ഞാൻ വിചാരിച്ച് ഒരു ചക്കക്കുരു പീര വെക്കാമെന്ന്. അതിന് വേണ്ടി ചക്കക്കുരു എല്ലാം ചിരണ്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാനിനി ഒരു നല്ലതായിട്ട് കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുക്കണം. നല്ല നൈസായിട്ട് തന്നെ അരിയണം, അല്ലെങ്കിൽ അതിൻ്റെ ആ ടേസ്റ്റ് വരത്തില്ല. അങ്ങനെ ഞാനെല്ലാം നല്ലതായിട്ട് ചക്കക്കുരു എല്ലാം അരിഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിനാവശ്യമുള്ളത് ചെറിയ ഉള്ളിയും തേങ്ങയും അതിൻ്റെ മെയിൻ. ചെറിയ ഉള്ളിയും തേങ്ങയും എത്ര എടുക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. കുറേ എടുത്ത് അതിൻ്റെ കൂടെ ഒരു 5 പച്ചമുളകും ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചീനിച്ചട്ടിക്കകത്ത് ഇട്ട് ചക്കക്കുരുവിൻ്റെ കൂടെ തന്നെ ഇട്ട് എല്ലാം കൂടെ കുറച്ച് ഉപ്പുകൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് ഞെരടിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇടണം. പക്ഷേ എനിക്കിന്ന് കറിവേപ്പില ഇല്ലായിരുന്നു ഇടാൻ. ഞങ്ങളുടെ കറിവേപ്പെല്ലാം ഉണങ്ങി, ഇഷ്ടം പോലെ കറിവേപ്പുണ്ടായിരുന്നു, എല്ലാം ഉണങ്ങിപ്പോയി. എങ്ങനെയാണെന്നറിയത്തില്ല. അത് നല്ലതായിട്ടൊന്ന് ഞെരണ്ടി നല്ലതായിട്ട് വേവുന്ന ചക്കക്കുരു ഒരു ശകലം അതിനാവശ്യം അത് വേവാനുള്ള വെള്ളം കുറച്ച് ഒഴിച്ച് അടപ്പ് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് ഇത് ചക്കക്കുരു എല്ലാം വെന്ത് കഴിയുമ്പോൾ ഒരു ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അത് ഒന്ന് കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് പച്ച വെളിച്ചെണ്ണയുടെ ഒരു മണം ഉണ്ടല്ലോ, അത് മാറുന്നിടം വരെ ഒന്നുകൂടെ ഒന്ന് തീ വെച്ചൊന്ന് ചിക്കി തോത്തിയെടുക്കണം. നല്ല ടേസ്റ്റാണ്. ഇത് അരിയുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ. മഞ്ഞപ്പൊടിയൊന്നും ഞാനിടത്തില്ല. മഞ്ഞപ്പൊടി ഇടുന്നവരുണ്ടായിരിക്കും, ഞാനിടത്തില്ല, എനിക്കിഷ്ടമല്ല. വെളുത്തിരിക്കുന്ന ഇഷ്ടം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. അരിയുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ. വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചാൽ നമുക്ക് നല്ലതായിട്ട് കഴിക്കാമല്ലോ.